MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പഹൽഗാം ഭീകരാക്രമണത്തിന് 15ാം ദിനം തിരിച്ചടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന കരവ്യോമ നാവികസേന സംയുക്ത നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ആക്രമണത്തിൽ 17 ഭീകരർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. മുരിഡ്കയിലെ ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് സൈന്യം വ്യക്തമാക്കി. ജെയ്ഷെ തലവൻ മൌലാന മസൂദ് അസറിന്റെ താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. മെഹ്മൂനയിലെ ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങളും തകർത്തു. നീതി നടപ്പാക്കി എന്നായിരുന്നു എക്സിലൂടെയുള്ള സൈന്യത്തിന്റെ പ്രതികരണം. പുലർച്ചെ 1:44 റഫാൽ വിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള തിരിച്ചടി നൽകിയത്. രാജ്യത്തെ 6 ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ ഭീകരവാദികളുടെ താവളത്തിനു നേരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതിൽ അഭിമാനമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി. നമ്മളുടെ മണ്ണിൽ വന്നുകൊണ്ടാണ് അവർ ഒരു ദാക്ഷിണ്യവും കൂടാതെ നിരപരാധികളെ കൊന്നുതള്ളിയത്. രാജ്യം തിരിച്ചടിച്ചതിൽ അഭിമാനമാണുള്ളത്, ആരതി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നു, തിരിച്ചടിക്കുമെന്നും വിശ്വസിച്ചിരുന്നു, അതിനായി പ്രാർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഭീകരരെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകുവാൻ സാധിച്ചു. ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കും. അച്ഛന്റെ നഷ്ടം ഒരിക്കലും നികത്തുവാൻ സാധിക്കില്ലെന്നും ആരതി കൂട്ടിച്ചേർത്തു. പുരുഷന്മാരെ മാത്രമായിരുന്നു അവർ കൊന്നുകളഞ്ഞത്. കൂടെയുള്ള സ്ത്രീകൾ അതേ ആഘാതത്തിൽ തന്നെ ജീവിക്കണമെന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇന്ത്യൻ സ്ത്രീകളൊന്നും കണ്ണീരൊഴുക്കി ആ നടുക്കത്തിൽ ജീവിക്കില്ല. ഞങ്ങൾക്കും മറുപടിയുണ്ട്, ചോദിക്കുവാൻ ഇന്ത്യയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ വലിയൊരു പേര് ഈ തിരിച്ചടിക്ക് നിർദ്ദേശിക്കാനില്ല. എന്റെ അമ്മയുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണിത്, ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സേനയിൽ അഭിമാനിക്കുന്നുവെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് സേനയ്ക്കും സർക്കാരിനുമൊപ്പമെന്നും ഖർഗെ വ്യക്തമാക്കി. ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഖർഗെ പറയുന്നു. സൈന്യത്തിൽ അഭിമാനമെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എക്സിൽ കുറിച്ചത്. ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ട് എന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും കുറിച്ച് അഭിമാനം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ 140 കോടി ഇന്ത്യക്കാർ സൈന്യത്തോടൊപ്പം. ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യം രാജ്യത്തെ ഓരോ പൌരന്റെയും വിശ്വാസമാണ്, കെജ്രിവാൾ വ്യക്തമാക്കി. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്യത്തെ 5 വിമാനത്താവളങ്ങൾ അടച്ചു. ശ്രീനഗർ, ലേ, ജമ്മു, അമൃത്സർ, ധരംശാല വിമാനത്താവളങ്ങളാണ് അടച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വിമാന സർവീസുകൾ റദ്ദാക്കി. നിരവധി സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് കമ്പനികൾ എന്നിവ സർവീസ് തടസ്സപ്പെടുമെന്ന് അറിയിച്ചു. പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി ഖത്തർ എയർവേസ് നിർത്തിവച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെട്ട എല്ലാ വ്യോമസേന പൈലറ്റുമാരും സുരക്ഷിതരാണെന്നും റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നിരീക്ഷിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ. 9 ലക്ഷ്യങ്ങളിലേക്കും ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണം വിജയകരമായിരുന്നുവെന്നും വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഭാരത് മാതാ കി ജയ് എന്നായിരുന്നു എക്സ് പോസ്റ്റിലൂടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. നീതി നടപ്പാക്കിയെന്ന് സൈന്യം പ്രതികരിച്ചു. പുലർച്ചെ 1:44 റഫാൽ വിമാനങ്ങളും സ്കാൽപ് മിസൈലുകളും ഹമ്മർ ബോംബുകളും ഉപയോഗിച്ചുള്ള തിരിച്ചടി നൽകിയത്. രാജ്യത്തെ 6 ഇടങ്ങൾ ആക്രമിക്കപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. പാക്
പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മറിയം നവാസ്. ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുവാനും ഉത്തരവുണ്ട്. ആശുപത്രികളും രക്ഷാസേവനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ പ്രത്യാക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ. ഉചിതമായ സമയത്ത് മറുപടി നൽകുമെന്നും ഭീഷണി. നേരത്തെയുള്ള ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് സമാനമായി നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായെന്നാണ് പാകിസ്ഥാൻ ന്യായീകരണം. ഉചിതമായ സമയത്ത് പ്രതികരിക്കുമെന്നും പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച മെയ് 7-ന് 14 ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും. വൈകുന്നേരം 4 മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും. മോക്ക് ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കുവാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർദ്ദേശം നൽകി. പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.